വെല്ലുവിളിയാണെന്നറിഞ്ഞാണ് ധനവകുപ്പ് ഏറ്റെടുത്തതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. നടൻ മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് വെല്ലുവിളിയാണെന്ന് അറിഞ്ഞു തന്നെയാണ് സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പുണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ധനകാര്യം ഭരിക്കാനുള്ള സന്തോഷം കൊണ്ടല്ല. അതൊരു ചാലഞ്ചാണ്, അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം. സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ്. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. സിനിമകളിൽ മുഖ്യമന്ത്രിയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ മുഖ്യമന്ത്രിയായിരിക്കുക വലിയ ഉത്തരവാദിത്തമാണെന്ന് മമ്മൂട്ടി പറഞ്ഞു. നീതിപൂർവ്വം നിർവഹിക്കേണ്ട ചുമതലയാണ്. എല്ലാ മലയാളികളുടെയും അഭിമാനമാണ് വി.ഡി. സതീശനെന്ന് ചടങ്ങിൽ പങ്കെടുത്ത നടൻ കുഞ്ചാക്കോ ബോബനും പറഞ്ഞു. ഞാൻ 2-3 സിനിമകളിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുന്നത് വളരെ കുറച്ച് കാലത്തേക്കാണ്. അഭിനയവും പരിചയവും കൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാകാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. പാർട്ടിക്ക് അതീതമായി, വിശ്വാസങ്ങൾക്ക് അതീതമായി, പ്രത്യയശാസ്ത്രങ്ങൾക്ക് അതീതമായി, ജാതി മത ഭേദമന്യേ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണം തന്നെ ആവട്ടെ നമ്മുടെ പുതിയ സർക്കാർ നൽകുന്നത്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി എം ജോൺ, വി. അബ്ദുൽ ഗഫൂർ എന്നിവർക്കും ജില്ലയിൽ നിന്നുള്ള MLA മാർക്കും സ്വീകരണമൊരുക്കി. ജനം, കൊച്ചി.